കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായിരിക്കട്ടെ. ഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതായിരിക്കയാൽ ഈ പ്രഭാതത്തിലും ആ ഭാഗ്യപദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. ദൈവം തുറക്കുന്ന ദൈവമാണ്. ധൈര്യപ്പെടുവീനെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പേടിച്ചുപോയ, സമാധാനം നഷ്ടപ്പെട്ട തിരകൾ പടകിലേക്ക് കയറി ജീവിതം ഇല്ലാതാകുമെന്ന് ചിന്തിച്ച തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. മനുഷ്യമായി നോക്കിയാൽ അവരുടെ ജീവൻ അപകടത്തിലാണ്. പക്ഷേ എങ്ങനെയാണ് ധൈര്യപ്പെടുന്നത്? പറഞ്ഞവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാണ്. കാറ്റിനെയും തിരകളെയും ഒറ്റ വാക്കുകൊണ്ട് അതിൻ്റെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവനാണ് പറഞ്ഞത്, നിങ്ങൾ ധൈര്യപ്പെടാൻ ഞാനാ പറയുന്നത്. ഞാനാ അധികാരമുള്ളവനാണ്. നിങ്ങൾ തിരകളെയോ അതിൻ്റെ ആരവങ്ങളെയോ ഹുങ്കാര ശബ്ദങ്ങളെ കണ്ട് ഭയപ്പെടരുത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചവനാണ് എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. അവർ നിലവിളിച്ചപ്പോൾ യേശു കാറ്റ് അടങ്ങൂ, കടല് ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ തൻ്റെ ജനത്തെ ഭ്രമിപ്പിച്ച കാറ്റും കടലും തിരമാലകളും ഒറ്റ സെക്കൻഡ് കൊണ്ട് അടങ്ങിയെങ്കിൽ ഈ പകൽ ദിവസങ്ങളായി വെല്ലുവിളിക്കുന്ന ചില കാറ്റുകളും തിരകളും എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമോ? നാളുകൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഭ്രമിപ്പിക്കുന്ന, ഉലയ്ക്കുന്ന, സന്തോഷത്തെ കെടുത്തുന്ന, സമാധാനത്തെ ഇല്ലാതാക്കുന്ന, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആത്മാവിൽ മുൻപോട്ട് വരാൻ കഴിയാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന സകല ശക്തികളുടെ മേലും ജയം കൽപ്പിക്കാൻ കഴിവുള്ളവൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. മറ്റൊരിടത്ത് നമുക്കറിയാം, ചെങ്കടൽ ശക്തമായി വെല്ലുവിളിച്ച, മുൻപോട്ട് നിനക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം മോശയിലൂടെ ജനത്തോട് പറയുന്ന പ്രസ്താവന, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, ഞാൻ നൽകുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. എങ്ങനെയാണ് ഉറച്ചു നിൽക്കുന്നത്? പുറകോട്ട് നോക്കിയാൽ ഫറവോൻ ആയുധങ്ങളുമായി, രഥങ്ങളുമായി നിൽക്കുകയാണ്. മുമ്പിൽ ചെങ്കടൽ, രണ്ട് സൈഡിലും വലിയ പർവ്വതങ്ങൾ. എങ്ങനെയാണ് ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്? പക്ഷേ പറഞ്ഞവനാരാണ്? ചെങ്കടലിനെ വിഭജിക്കാൻ കഴിവുള്ളവൻ, ആഴിയിലൂടെ നിന്ന് നടത്താൻ കഴിവുള്ളവൻ, വിളിച്ച ഇടത്തേക്ക് എത്തിക്കുന്നവൻ. അവിടുന്ന് വിളിച്ചു പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. സാഹചര്യങ്ങൾ നോക്കിയാൽ നിൽക്കാൻ പറ്റില്ല പ്രിയരെ. പക്ഷേ പറഞ്ഞവൻ്റെ വാക്കിന്നു പകൽ ഓർക്കുമെങ്കിൽ, അതിന് വില കൽപ്പിക്കുമെങ്കിൽ, ആഴത്ത് നോക്കണ്ട, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞവൻ്റെ വാക്കുകൾ ഇന്നു പകൽ ഏറ്റെടുക്കുന്നവർ വലിയ വിടുതൽ കാണാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യാമോ? ആഴത്തെ നോക്കാതെ ആഴത്തിലേക്ക് നീങ്ങാൻ പറഞ്ഞവൻ, ആഴത്തിൽ വഴിയൊരുക്കാമെന്ന് പറഞ്ഞവൻ, ആഴിയിൽ ഇറങ്ങി വരുന്നവൻ എൻ്റെ ദൈവമാണ് എന്ന് ഉറപ്പുള്ളവർ ആമേൻ പറയാൻ തയ്യാറാകട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. വിശ്വാസത്തോടെ ഇതിൻ്റെ വായിന്ന് പകൽ അടയ്ക്കാൻ നമുക്ക് തയ്യാറാവാം. വിശ്വാസത്തോടെ തുറന്നു വരാൻ, കൽപ്പിക്കാൻ, പറയാൻ നമുക്ക് തയ്യാറാവാം. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. യോവേൽ പ്രവചനം 2:23 വളരെ പരിചിതമായ വാക്യമാണ്. വീണ്ടും നമ്മൾ അത് ചിന്തിക്കുന്നു.
നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻകാലത്തെ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും ആയ വർഷം പെയ്പ്പിച്ച് തരുന്നു. സിയോൻ മക്കളെ, ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. ആ വാക്യമാണ്. സിയോൻ മക്കളെ എന്ന് പറഞ്ഞ് ഘോഷിച്ചുല്ലസിക്കാൻ പറയുമ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവർ വിലപിക്കുകയായിരുന്നു, ഇവർ ഉപവസിക്കുകയായിരുന്നു, രട്ടിലിരിക്കുകയായിരുന്നു. കാരണം ദേശത്ത് ക്ഷാമം കൊടികുത്തി വാണു. പാണ്ഡികശാലകൾ അല്ലെങ്കിൽ കളപ്പുരകൾ എംറ്റിയായി തീർന്നു. വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു. ഇതുപോലൊരു ക്ഷാമം ഇവർ ഫേസ് ചെയ്തിട്ടില്ല. പിതാക്കന്മാരുടെ കാലത്ത് പോലും സംഭവിക്കാത്ത ക്ഷാമം ഇവരെ വല്ലാതെ അലട്ടി. ജനം കരയാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, നിങ്ങൾ അനുതപിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ ആത്മദമനം ചെയ്യണം, ദൈവവും ഭാഗം സറണ്ടർ ചെയ്യണം. ഇവർ കരഞ്ഞു, ഇവർ അനുതപിച്ചു. കണ്ണിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി ദൈവവും ഭാഗം അവർ സമർപ്പിച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്, സിയോൻ മക്കളെ, കരഞ്ഞതിനനുസരിച്ച് നിങ്ങൾ ഘോഷിച്ച് സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ, ദൈവത്തിന് മുമ്പാകെ സന്തോഷിപ്പീൻ. ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കരയുന്ന, പ്രാർത്ഥിക്കുന്ന, അനുതപിക്കുന്ന, മടങ്ങി വരുന്ന, ഇനി ഒരു വിടുതൽ ഉണ്ടാവില്ല, സകലവും കരിഞ്ഞതുപോലെ, ശൂന്യമായതുപോലെ ഞെരിഞ്ഞമരുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച് അവരെ ആനന്ദത്തിലേക്ക് നയിക്കാൻ കഴിവുള്ളവൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. എവിടെ? കരഞ്ഞയിടത്ത്, വേദനിച്ചയിടത്ത്, വിലാപങ്ങൾ പൊങ്ങിയിടത്ത് വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്ന, രട്ടനെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരികയാണ്. നമ്മുടെ മെയിൻ ചിന്താവിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി, ആ ഒരു ഭാഗമാണ് അവൻ തക്ക അളവായി. സഹോദരങ്ങളെ, മനുഷ്യൻ തരുന്ന അളവിന് പരിധിയുണ്ട്. പക്ഷേ കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച വേദനകളും നീ പൊഴിച്ച കണ്ണുനീരും അപമാനത്തിനും തക്ക അളവായി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം മഴ ദൈവം പെയ്യിപ്പിക്കാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ അളന്നതിനൊക്കെ മനുഷ്യൻ നിങ്ങളെ അളന്നിട്ടുണ്ട്, നിങ്ങളുടെ തലമുറകളെ അളന്നിട്ടുണ്ട്. പലതിലും നിങ്ങളെ അളന്ന് വേർതിരിച്ച് മാറ്റി നിർത്തിയപ്പോൾ സ്വർഗം തക്ക അളവായി ഇഷ്ടം പോലെ അമർത്തി കുലുക്കി ഇന്ന് പകൽ കരയുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ഡോർ തുറക്കാൻ പോകുക. തക്ക അളവായി. മറന്നു പോകരുത്. മനുഷ്യൻ്റെ അളവല്ല, സ്വർഗത്തിൻ്റെ അളവ്. ഹല്ലേലൂയ. തക്ക അളവായി. നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ ദൈവപ്രവൃത്തി വേണോ? തലമുറകളിലാകട്ടെ, നിങ്ങളുടെ ശരീരത്തിൻ്റെതാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ആത്മീകത്തിലാകട്ടെ, ദൈവസഭയുടെ അകത്താകട്ടെ, മിനിസ്ട്രിയിലായിരിക്കുന്ന അഭിഷിക്തന്മാരെ, തക്ക അളവായി നിങ്ങൾക്ക് ആത്മാവിൻ്റെ മാരി ഇന്ന് പകൽ ദൈവം പൊഴിച്ചു തരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ആ വർഷം പെയ്പ്പിച്ചു തരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ തക്ക അളവായി. വിളിച്ചു പറ, ഞങ്ങൾക്ക് വേണ്ടി തക്ക അളവായി. പ്രൈസ് ഗോഡ്. ചോദിക്കില്ലേ, ഇനി എങ്ങനെ ഉണ്ടാകും? ഇനി എങ്ങനെ ഒരു പ്രവൃത്തി കാണും? ഇവിടെ എല്ലാം വിണ്ടുപോയല്ലോ, വരണ്ടു പോയല്ലോ, തളർന്നു പോയല്ലോ, തകർന്നു പോയല്ലോ. ഇനിയും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരോട് വചനത്തിന് വിളിച്ചു പറയാനുള്ളത്,
തക്ക അളവായി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. തക്ക അളവായി നിങ്ങൾക്ക് വേണ്ടി ദൈവമഹത്വം ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കാമോ? അനുഗ്രഹത്തിൻ്റെ ഒരു മാരി, ഞാൻ അക്ഷരിക അനുഗ്രഹമല്ല, ഉയരത്തിലെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുകയാണ്. വിളിച്ചു പറത്തക്ക അളവായി ദൈവമേ ആ മാരി ഒന്ന് പെയ്ക്കണമേ. എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം. നാളുകൾ 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 ശൂന്യമാക്കപ്പെട്ടിടത്ത്, തകർക്കപ്പെട്ട ഇടത്ത്, യെസ്, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ഇടത്ത്, അവിടെ എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് നിന്നയുടെ വാക്കുകൾ കേൾക്കുന്ന ഇടത്ത്, നിന്റെ വായ്ത്തത്വം എവിടെയെന്ന് ചോദിക്കുമ്പോൾ തക്ക അളവായി വിശ്വസിക്കുക. തക്ക അളവായി യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തക്ക അളവായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തക്ക അളവായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയാൽ അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്, ആ ദൈവശക്തി ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഇന്ന് പകൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൻ്റെ ഡോറ് തുറന്ന് ഏത് വിഷയത്തിന്മേൽ ദൈവത്തിന് തീർപ്പ് കൽപ്പിക്കണമോ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുകയാണ്. ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളത് ഓർക്കുകയാണ്. കരയുന്നവരെ ഓർക്കുന്ന ദൈവം, സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തക്ക അളവായി ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവിടെ ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകലങ്ങ് ചെയ്ത വലിയ വിടുതലുകൾക്കായി സ്തോത്രം. ദൈവയുടെ എന്ന് ചോദിക്കുന്ന ഇടത്ത്, കരഞ്ഞ ഇടത്ത്, നിലവിളിച്ച ഇടത്ത്, ഉപവസിച്ച ഇടത്ത്, പ്രാർത്ഥിച്ച ഇടത്ത് ദൈവമഹത്വം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, തക്ക അളവായി ആകാശത്തിൻ്റെ കിളിവാതിൽ ദൈവം തുറക്കും. ആ മാരി നമുക്ക് വേണ്ടി പെയ്ക്കും. വരണ്ടു പോയിടത്ത് വലിയ അനുഭവങ്ങൾ പുറത്തു വരാൻ പോകും. അനുഭവങ്ങൾ പ്രാപിക്കാൻ പോകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.